മുംബൈ ടീമിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് മുംബൈ കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നത്തെ ഒറ്റ വിജയം കൊണ്ട് മുംബൈ ഇന്ത്യൻസ് 10ാം സ്ഥാനത്ത് നിന്ന് 8ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ 2 പോയിന്റ് മുംബൈക്കുണ്ട്. ഇങ്ങനെ തന്നെ അടുത്ത മാച്ച് ജയിച്ചാൽ മുംബൈക്ക് പോയിന്റ് ടേബിളിൽ മുന്നോട്ട് കയറി വരാൻ സാധിക്കും. ഇതേ സമയം തന്നെ RCB ഇപ്പോൾ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. RCB ഇപ്പോൾ 9ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ മാച്ചിൽ ഡൽഹി തോറ്റപ്പോൾ അവരിപ്പോൾ ലാസ്റ്റ് സ്ഥാനത്തേക്ക് എത്തി. ഡൽഹിയുടെയും RCBയുടെയും കാര്യം ഇനി പോക്കാണ്. കാരണം അവർക്കിനി പ്ലേ ഓഫിലെത്താൻ മികച്ച വിജയങ്ങൾ ആവശ്യമാണ്. സാധ്യത വളരെ കുറവാണ്. 5 മാച്ച് കളിച്ചു കഴിഞ്ഞു, 2 പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ. നിലവിലിപ്പോൾ മുംബൈ ഇന്ത്യൻസാണ് 4 മാച്ചിൽ നിന്ന് 2 പോയിന്റ് നേടിയിരിക്കുന്നത്. അടുത്ത മാച്ച് കൂടി ജയിച്ചാൽ അവർക്ക് 5 കളിയിൽ നിന്ന് 4 പോയിന്റ് നേടാൻ സാധിക്കും. അതുകൊണ്ട് RCBയേക്കാൾ മികച്ചത് മുംബൈ തന്നെയാണ്. 7ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ പഞ്ചാബ് 6ാം സ്ഥാനത്തുണ്ട്. ഇനി ഹൈദരാബാദ് ആണെങ്കിൽ 5ാം സ്ഥാനത്താണ്. അവർക്കും 4 പോയിന്റ് ഉണ്ട്. അവരിതുവരെ 4 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. നിലവിലിപ്പോൾ 4ാം സ്ഥാനത്ത് ലക്നൗ ഉണ്ട്. അവർക്ക് 4 പോയിന്റ് ഉണ്ട്. 3 മാച്ച് മാത്രമേ അവർ കളിച്ചിട്ടുള്ളൂ. 3ാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈക്ക് ഇനിയുള്ള മത്സരങ്ങളിൽ തുടർ വിജയങ്ങൾ ആവശ്യമാണ്. ചെന്നൈ ഇപ്പോൾ പുറകിലേക്ക് പോയിരിക്കുകയാണ്. ചെന്നൈയുടെ ആദ്യത്തെ കളി മികച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസാനം 2 മാച്ചാണ് ചെന്നൈ തോറ്റിരിക്കുന്നത്. ഇനിയുള്ള മാച്ചിൽ ഉറപ്പായിട്ടും ചെന്നൈ ജയിക്കണം. എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. കൊൽക്കത്തയാണെങ്കിൽ കളിച്ച 3 മാച്ചിലും ജയിച്ച് 6 പോയിന്റോടെ 2ാം സ്ഥാനത്തുണ്ട്. 1ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. 8 പോയിന്റ് അവർക്കുണ്ട്. രാജസ്ഥാൻ 90% പ്ലേ ഓഫിലെത്തും. ആകെ കൂടി 14 പോയിന്റ് നേടിയാൽ പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇനി രാജസ്ഥാൻ ടീമിനെ 3 മാച്ച് ജയിച്ചാൽ 14 പോയിന്റ് നേടാൻ സാധിക്കും. എന്തായാലും മുംബൈ ഇന്ത്യൻസ് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുംബൈ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫിലെത്താം. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.